നമുക്കിന്ന് ഭഗവത്ഗീതയിലെ 1-ാമത്തെ അധ്യായമായിട്ടുള്ള അർജുന വിഷാദയോഗം ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം. പലർക്കും ഭഗവത്ഗീത പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് അതൊരു 18 അധ്യായവും പഠിച്ചെടുക്കുക എന്നത് ഒരു ബുദ്ധിമുട്ടായിട്ടൊക്കെ അനുഭവപ്പെടും. നമുക്ക് ഈ 18 എപ്പിസോഡുകളിൽ കൂടി നമുക്ക് 18 അധ്യായവും ഒന്ന് അതിൻ്റെ രത്നച്ചുരുക്കവും അതിൻ്റെ ആന്തരിക അർത്ഥങ്ങളും ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കാം. ആദ്യത്തെ അധ്യായം അർജുന വിഷാദയോഗം. മഹാഭാരത യുദ്ധം ആരംഭിച്ചതിനെക്കുറിച്ച് ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുന്ന വരി. ധൃതരാഷ്ട്ര ഉവാച ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുയുത്സവാ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധൃതരാഷ്ട്രർ പറഞ്ഞു, അല്ലയോ സഞ്ജയ, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ യുദ്ധാർത്ഥികളായിട്ട് വന്നിരിക്കുന്ന എൻ്റെയും പാണ്ഡുവിൻ്റെയും മക്കൾ എന്തു ചെയ്തു? എൻ്റെ ആൾക്കാരും പാണ്ഡവരുടെ ആൾക്കാരും ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ എന്തെല്ലാം ചെയ്തു എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൽ കൂടിയാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. അതിന് മറുപടിയായിട്ട് സഞ്ജയൻ യുദ്ധക്ഷേത്രത്തിൽ 2 പക്ഷത്തുമുള്ളവരെയും ആദ്യം ധൃതരാഷ്ട്രക്ക് പരിചയപ്പെടുത്തുന്നു. ഇപ്പൊ യുദ്ധാരംഭത്തിന്റെ ഭാഗമായിട്ട് പാണ്ഡവ കൗരവ പക്ഷത്തുള്ളവർ മുഴക്കിയ യുദ്ധകാഹളവും ശംഖഭേരിധ്വനിയും സഞ്ജയൻ പൂർണ്ണമായിട്ട് വിവരിച്ചു കൊടുക്കുന്നു. ശ്രീകൃഷ്ണൻ അർജുനന്റെ രഥം 2 സേനകളുടെയും മധ്യത്തിലായിട്ട് കൊണ്ടുപോയിട്ട് നിർത്തുന്നു. വളരെ മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപനം. ഇരുവശവുമുള്ള യോദ്ധാക്കളെ അർജുനന് കാണുവാൻ തക്കവണ്ണം ആ രഥം അങ്ങനെ അവിടെ നിർത്തി. അർജുനാകട്ടെ 2 പക്ഷത്ത് നിൽക്കുന്ന തൻ്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഗുരുജനങ്ങളെയും അവരുടെ കൂടെയുള്ളവരെയും കണ്ടിട്ട് മനസ്സ് തകർന്ന മനസ്സോടെ ശ്രീകൃഷ്ണനോടായിട്ട് വിലപിച്ചുകൊണ്ട് പറയുകയാണ്, ഹേ കൃഷ്ണ, 2 പക്ഷത്ത് നിൽക്കുന്ന സ്വജനങ്ങളെ കാണുമ്പോൾ ഇവരെയാണല്ലോ യുദ്ധത്തിൽ വധിക്കേണ്ടതെന്നോർത്ത് ഞാൻ ആകെപ്പാടെ തളരുന്നു. അതിന് അർജുനൻ ഒരു ന്യായവാദവും മുഴക്കുന്നു. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോ അനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. ഹേ കേശവ, ഇപ്പോൾ എല്ലാ ലക്ഷണങ്ങളും അതുപോലെ തന്നെ എല്ലാ ശകുനങ്ങളും ഞാൻ വിപരീതമായിട്ട് കാണുന്നു. സ്വജനങ്ങളെ യുദ്ധത്തിൽ വധിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അവിടെ വളരെ കൃത്യമായിട്ട് നമ്മുടെ ഒക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. പ്രശ്നം വരുമ്പോൾ അതിനെ നേരിടുമ്പോൾ ശകുനം നോക്കും നമ്മൾ. വിപരീതങ്ങളായ ശകുനങ്ങൾ കാണുന്നു. എനിക്ക് വിജയവും രാജ്യവും സുഖഭോഗങ്ങളും ഒന്നും വേണ്ട. ഈ ബന്ധുഹത്യ എന്ന മഹാപാപം ചെയ്യാൻ എനിക്കാകില്ല. സ്വജനങ്ങളെ വധിച്ച്, ബന്ധുക്കളെ വധിച്ച്, സുഹൃത്തുക്കളെ വധിച്ച് എന്തു രാജ്യം അതുപോലെ തന്നെ എന്തു സുഖഭോഗങ്ങൾ ലഭിക്കാനാണ്? സ്വന്തം കുലം നശിപ്പിച്ചു എന്ന ഒരു കാര്യം മാത്രം അവിടെ ബാക്കിയുണ്ടാവും. അതിനാൽ നരകം അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ ഈ യുദ്ധമാണല്ലോ. ഈ യുദ്ധത്തിന്, ഈ മഹാപാതകത്തിന് നമ്മൾ 2 പേരും, അതായത് കൃഷ്ണനും അർജുനനും കൂട്ടു നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ കരയുകയാണ്. ഈ യുദ്ധത്തിൽ കൗരവന്മാർ എന്നെ വധിച്ചാലും ഞാൻ അവരെ വധിക്കില്ലെന്ന് തീർച്ചയാണെന്ന് പറഞ്ഞ് അർജുനൻ രഥത്തിലിരിക്കുന്നു, തളർന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ കർമ്മനിരതനാകേണ്ട വേളയിൽ ധീരയോദ്ധാവ് തളർന്നു വീഴുന്ന വിവരണമാണ് അർജുനന്റെ വിഷാദം നിറഞ്ഞ വാക്കുകളിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതവുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിയുമ്പോൾ, ജീവിതത്തിൽ പല സങ്കീർണമായ പ്രശ്നങ്ങളും വരുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് മധ്യത്തിൽ നിന്നുകൊണ്ട് അതൊരു കുരുക്ഷേത്രമായി സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ പോരാടുന്ന സമയത്ത് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ധർമ്മത്തെ മറക്കും. അതായത് മനസ്സ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോകുന്ന സമയത്ത് പ്രവർത്തിക്കാനാകാതെ മനസ്സ് തളർന്ന് പല ന്യായവാദങ്ങളും പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാതെയായി തീരും.
ഈ മനഃശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ അർജുന വിഷാദ യോഗത്തിൽ കൂടി നമ്മൾ വായിച്ചെടുക്കുന്നത്. നമ്മുടെ ഉള്ളിലെ അർജുനനും ഇതുപോലെ തളർന്നു പോകുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അർജുനന്റെ വിഷാദത്തിൽ കൂടി അർജുനൻ പതുക്കെ സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നുകൊണ്ടാണ് ജീവിതത്തിൽ ഉയർന്നു വരുന്നത്. ജീവിതത്തിൽ നമുക്കിപ്പോഴുണ്ടാകുന്ന സകല പ്രശ്നങ്ങളും ആ പ്രശ്നം തന്നെ അത്തരത്തിൽ നമ്മെ ഭഗവാനിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക്, ആത്മീയതയിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ട് ഉണ്ടായതാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ അധ്യായം കൂടുതൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് പതിക്കും.